ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എസ്ഐസിയിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി പഠിക്കാം. ഇവിടുത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡെവലപ്ഡ് ആണെങ്കിലും ഇവിടെ സെക്സ് ഓർഗൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. സെക്സ് ഓർഗൻസ് ആർ ടോട്ടലി ആബ്സെന്റ് ഹിയർ. ഇവിടുത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഫോർട്ടീൻ ബോഡീസ് ആയ അപ്പോസിയസി അല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോസിയസി എന്ന് പറയുന്നത് ഏരിയൽ സ്ട്രക്ചേഴ്സ് ആണ്, ഷോർട്ട് ലീവ്ഡ് ആണ്. ഇവിടെ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് വെജിറ്റേറ്റീവ് സെൽസുകൾ തമ്മിൽ കൂടിച്ചേരുന്നു. അതിനുശേഷം പ്ലാസ്മോഗമി നടക്കുന്നു. പക്ഷേ കാരിയോഗമി നടക്കുന്നതിന് പകരം ഈ വെജിറ്റേറ്റീവ് സെൽസിന്റെ രണ്ട് ന്യൂക്ലിയൈ അടുത്തടുത്ത് വന്നിട്ട് പെയർ ചെയ്ത് നിൽക്കുക മാത്രമാണ് ചെയ്യാതെ ഇവിടെ നടക്കുന്നത് ന്യൂക്ലിയർ പെയറിംഗ് മാത്രമല്ല, അല്ലാതെ ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ല. അപ്പൊ ഇങ്ങനെ പെയർ ചെയ്ത് നിൽക്കുന്ന ന്യൂക്ലിയൈക്ക് പറയുന്ന ഡൈകാരിയോൺസ് എന്നാണ്. ഡൈകാരിയോൺസ് കാണുന്ന സെൽസിനെ ഡൈകാരിയോടൈസ് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇപ്പൊ പറഞ്ഞ കാര്യം വരച്ച് അതായത് സൈസയില് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇവരുടെ രണ്ട് വെജിറ്റേറ്റീവ് സെൽസുകൾ തമ്മിൽ കൂടിച്ചേരുന്നു. എന്നിട്ട് പ്ലാസ്മോഗമി നടക്കുന്നു. അതിനുശേഷം ഇവരുടെ രണ്ടുപേരിലെയും ന്യൂക്ലിയൈ തമ്മിൽ അടുത്തടുത്ത് വരുന്നു. ഏകദേശം സെൻട്രലായിട്ട് വരും. എന്നിട്ട് ഈ ന്യൂക്ലിയൈ രണ്ടും അടുത്തടുത്ത് പെയർ ചെയ്ത് നിൽക്കും. ഇതുപോലെ പെയർ ചെയ്ത് നിൽക്കുന്ന ഈ ന്യൂക്ലിയൈനെ നമുക്ക് രണ്ടായിട്ട് തന്നെ കാണാൻ കഴിയുന്നില്ല, അല്ലേ? അപ്പൊ അതാണ് രണ്ടായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പെയർ ചെയ്ത് നിൽക്കും. ഇതിനെയാണ് ന്യൂക്ലിയർ പെയറിംഗ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയർ പെയറിംഗിനെ ബൈന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ എന്നാണ് സാധാരണ പറയുന്നത്. ബൈന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഇങ്ങനെ ബൈന്യൂക്ലിയേറ്റഡ് അല്ലെങ്കിൽ ന്യൂക്ലിയർ പെയറിംഗ് കണ്ടീഷൻ ഇരിക്കുന്ന ന്യൂക്ലിയൈനെ പറയുന്ന ഡൈകാരിയോൺസ് എന്നാണ്. ഡൈകാരിയോൺസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയൈനെ പെയർഡായിരിക്കുന്ന ന്യൂക്ലിയൈനാണ് ഡൈകാരിയോൺസ് എന്ന് പറയുന്നത്. ഡൈകാരിയോൺസ് ഉള്ള ആ സെല്ലിനെ പറയുന്നത്, അല്ലെങ്കിൽ ഈ സെല്ലിനെ പറയുന്ന പേര് ഡൈകാരിയോടൈസ് സെൽ എന്നാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഡൈകാരിയോടൈസ്ഡ് സെല്ലിനെ DC ആണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഈ സാധാരണഗതിയിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതാണ് ഞാൻ വരച്ച് പഠിക്കാം. ഇവരുടെ രണ്ട് സെല്ലുകൾ ഒരുമിച്ച് ചേരുന്നു. പ്ലാസ്മോഗമി നടക്കുന്നു. അതിനുശേഷം ഇവരുടെ രണ്ടുപേരുടെയും ന്യൂക്ലിയൈ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ കാരിയോഗമി എന്നാണ് പറയുന്നത്, അല്ലേ? അതാണ് ഞാൻ എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ സാധാരണ രീതിയിൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നടക്കേണ്ടത്. അതുപോലെയല്ല ഇവിടെ നടന്നിരിക്കുന്നത്, അല്ലേ? ഇവിടെ കാരിയോഗമി നടക്കുന്നതിന് പകരം ന്യൂക്ലിയർ പെയറിംഗ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി എസ്ഐസിയില് ഡൈലീഷ്യസ് സ്പീഷീസും ഉണ്ട്, മോണീഷ്യസ് സ്പീഷീസും ഉണ്ട്. അപ്പൊ ഡൈലീഷ്യസ് സ്പീഷീസിലാണെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഹൈഫിലുള്ള വെജിറ്റേറ്റീവ് സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് സൊമാറ്റോഗമസ് പോപ്പുലേഷൻ. ഇനി മോണീഷ്യസ് സ്പീഷീസ് ആണെങ്കിൽ ഇവിടെ സെയിം ഹൈഫിലുള്ള രണ്ട് വെജിറ്റേറ്റീവ് സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് ഓട്ടോഗമസ് പെയറിംഗ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഈ വരച്ചിരിക്കുന്ന ഡൈകാരിയോടൈസ് സെല്ലിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഡൈകാരിയോടൈസ്ഡ് സെല്ലിൽ നിന്ന് ഒരുപാട് ഇതുപോലെ ഹൈഫേസ് ഒറിജിനേറ്റ് ചെയ്യും. കണ്ടോ? ഇങ്ങനെ ഒരുപാട് ഹൈഫേസ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഹൈഫയ്ക്ക് പറയുന്ന പേര് ആസ്ട്രോജീനസ് ഹൈഫ എന്നാണ്. ഇനി ഈ ഹൈഫേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പെയർ ചെയ്ത് നിൽക്കുന്ന ഈ ബൈന്യൂക്ലിയൈ പെയർ ചെയ്ത് നിൽക്കുന്ന ഈ രണ്ട് ന്യൂക്ലിയൈയും ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അതും റിപ്പീറ്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഓരോ ന്യൂക്ലിയസും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് കോൺജുഗേറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കോൺജുഗേറ്റ് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ ഈ ഡൈകാരിയോടൈസ് സെല്ലിനകത്ത് ഒരുപാട് ബൈന്യൂക്ലിയൈ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ പെയർ ചെയ്ത് നിൽക്കുന്ന സെവറൽ ന്യൂക്ലിയൈ ഉണ്ടാകും. അങ്ങനെ കോൺജുഗേറ്റ് ഡിവിഷൻ വഴി ഈ ഡൈകാരിയോടൈസ് സെല്ലിനകത്ത് സെവറൽ ബൈന്യൂക്ലിയൈ കണ്ടീഷൻ ഉണ്ടാകും. ഇതുപോലെ കണ്ടോ? പെയർഡ് ന്യൂക്ലിയൈ ആ കോൺജുഗേറ്റ് ഡിവിഷൻ വഴി ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ബൈന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയി കഴിയുമ്പോൾ, അതായത് കോൺജുഗേറ്റ് ഡിവിഷൻ നടന്നതിന് ശേഷം ഇതുപോലെ ന്യൂക്ലിയർ പെയറിംഗ് പെയർഡ് ന്യൂക്ലിയൈ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഈ ആസ്ട്രോജീനസ്